നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി പ്രഖ്യാപിച്ച് പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലെത്താൻ ബി.ജെ.പി. തന്ത്രം ആവിഷ്കരിക്കുന്നു. ആദ്യഘട്ടമായി നേമവും കഴക്കൂട്ടവും ഉൾപ്പെടെ 30 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ജനുവരി 12-ന് മുൻപ് പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമായ നേമത്ത് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് വി മുരളീധരനും ജനവിധി തേടുമെന്ന് ഏകദേശം ഉറപ്പായി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിൽ നേടിയ ചരിത്ര വിജയം ആഘോഷമാക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജനുവരി 11-ന് തലസ്ഥാനത്തെത്തും. ഇതോടെ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കമാകും. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് സാധ്യത കൂടുതൽ. ബി.ജെ.പിക്ക് വലിയ വോട്ട് ബാങ്കുള്ള പാലക്കാട് സുരേന്ദ്രനിലൂടെ പിടിച്ചെടുക്കാം എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ശോഭാ സുരേന്ദ്രനെ കായംകുളത്താണ് പരിഗണിക്കുന്നത്. മറ്റു പ്രധാന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവും അമിത്ഷായുടെ സന്ദർശനത്തോടെ അന്തിമഘട്ടത്തിലെത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളെ അഭിസംബോധന ചെയ്യാനാണ് അമിത്ഷാ എത്തുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന വിപുലമായ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശന തീയതി അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നറിയുന്നു.